ഫ്രണ്ട്സ്, ബൈബിളിൽ റെഫർ ചെയ്തിരിക്കുന്ന ഈനോക്കിൻ്റെ ബുക്കുകളിലെ ആദ്യ ബുക്കായ വാച്ചേഴ്സ്, പാരബിൾ 1 ഇവ ഇതിനോടകം ഏവരും വായിച്ചിരിക്കുമല്ലോ. ഈ വീഡിയോയിൽ പാരബിൾ 2 മലയാളം ട്രാൻസ്ലേഷനാണ്. മിശിഹായെയും മിശിഹാ യുഗത്തെയും അന്ത്യവിധിയെയും കേന്ദ്രീകരിക്കുന്ന ഇതിൽ കൂടി അവസാന കാലങ്ങളെക്കുറിച്ചും ദുഷ്ടന്മാരുടെ വിധിയെക്കുറിച്ചും നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നു. അധ്യായം 45. ആത്മാക്കളുടെ നാഥന്റെയും വിശുദ്ധന്മാരുടെയും പേരുകൾ നിഷേധിക്കുന്നവരെ കുറിച്ചുള്ളതാണ് രണ്ടാമത്തെ പാരബിൾ. ആത്മാക്കളുടെ നാഥന്റെ നാമത്തെ നിഷേധിച്ച് തള്ളിയ പാപികളുടെ പര്യവസാനം അവർ സ്വർഗത്തിലേക്ക് കയറുകയോ ഭൂമിയിലേക്ക് വരികയോ ഇല്ല എന്നതാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അത്തരം നിഷേധികളായ പാപികളുടെ അവസ്ഥ ദുരിതത്തിൻ്റെതാണ്. പീഡനത്തിനായി അവർ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അതായത് ദൈവപുത്രൻ, മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. എൻ്റെ വിശുദ്ധവും മഹനീയവുമായ പേര് വിളിച്ചപേക്ഷിക്കുന്ന അവരുടെ പ്രവൃത്തികൾ അവൻ തിരഞ്ഞെടുക്കും. അവർക്കായുള്ള വിശ്രമസ്ഥലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രത്തോളമുണ്ട്. അവർ അവനെ കാണുമ്പോൾ അവരുടെ ഉള്ളിലെ ആത്മാക്കൾ ശക്തിപ്പെടും. അന്നാളിൽ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവന് അവരോടൊപ്പം വസിക്കുവാൻ ഞാൻ ഇട നൽകും. അന്ന് ഞാൻ സ്വർഗത്തെ രൂപാന്തരപ്പെടുത്തും. എന്നേക്കുമായുള്ള അനുഗ്രഹത്തിനും പ്രകാശത്തിനുമായി ഞാൻ ഭൂമിയെ ഒരു അനുഗ്രഹമായി രൂപപ്പെടുത്തും. തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെ വസിക്കും. എന്നാൽ പാപവും തിന്മയും ചെയ്യുന്നവൻ അതിൽ മേൽ ചവിട്ടുകയില്ല. എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന നീതിമാന്മാരെ കണ്ടെനിക്ക് സമാധാനം കിട്ടി. എന്നാൽ പാപികളെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുവാനുള്ള എൻ്റെ ന്യായവിധി അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അധ്യായം 46. അവിടെ ഞാൻ ഹെഡ് ഓഫ് ഡേയ്സിനെ കണ്ടു. അവൻ്റെ തല കമ്പിളി പോലെ വെള്ളയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മനുഷ്യനെ പോലെയുള്ള വേറൊരുവനുണ്ടായിരുന്നു. അവൻ്റെ മുഖം വിശുദ്ധ ദൂതന്മാരിൽ ഒരാളെ പോലെ ശോഭ നിറഞ്ഞതായിരുന്നു. ഇതിൽ പറയുന്ന ഹെഡ് ഓഫ് ഡേയ്സ് അതാരാണ്? ബൈബിളിൽ, പ്രത്യേകിച്ച് പ്രവചന പുസ്തകമായ ദാനിയേലിന്റെ പുസ്തകത്തിൽ ദൈവത്തെ പരാമർശിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ശീർഷകമാണ് ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. ദൈവത്തിന്റെ ശാശ്വത സ്വഭാവത്തെയും പരമോന്നത അധികാരത്തെയും ഊന്നിപ്പറയുന്ന ഹെഡ് ഓഫ് ഡേയ്സ്, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നിവ ഒരേ ദൈവിക വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. ദാനിയേൽ 7-ാം അധ്യായത്തിൽ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സിനെ വിവരിച്ചിരിക്കുന്നത് വെളുത്ത മുടിയാണെന്നും ശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായി ന്യായവിധിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനുമായിട്ടാണ്. ഈ വിവരണം ഇതിലെ ഹെഡ് ഓഫ് ഡേയ്സുമായി യോജിക്കുന്നു. ഇതിലെ ഹെഡ് ഓഫ് ഡേയ്സിനും വെളുത്ത മുടിയുണ്ട്. ഒരു ആലോചന സമിതി ആ വ്യക്തിയുടെയും മുന്നിൽ നിൽപ്പുണ്ട്. ഇവിടെയും അവൻ്റെ കൗൺസിലിന്റെ മുന്നിൽ ബുക്ക് തുറക്കുന്നുമുണ്ട്. 2 ശീർഷകങ്ങളും ദൈവത്തിന്റെ കാലാതീതവും പരമാധികാരവുമായ സ്വഭാവത്തെ ഉയർത്തിക്കാട്ടുന്നു. ജ്ഞാനിയും ശാശ്വതവും ആധികാരികവുമായ ഒരു വ്യക്തിയായി ചിത്രീകരിക്കുന്നു. എന്നോടൊപ്പം വന്ന് എല്ലാ രഹസ്യങ്ങളും എനിക്ക് കാണിച്ചു തന്ന മാലാഖമാരിൽ ഒരുവനോട് അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ആ മനുഷ്യപുത്രൻ? എവിടെ നിന്നുമാണ് അവൻ വന്നത്? എന്തിനാണ് അവൻ ഹെഡ് ഓഫ് ഡേയ്സിന്റെ കൂടെ പോയത്? അപ്പോൾ മാലാഖ പറഞ്ഞു, നീതി വസിക്കുന്നത് അവനോടൊപ്പമാണ്. നീതിയുള്ള മനുഷ്യപുത്രൻ. രഹസ്യമായതെല്ലാം വെളിപ്പെടുത്താൻ ആത്മാക്കളുടെ നാഥനായ ദൈവം അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം മുൻപാകെ മറ്റുള്ള എല്ലാവരെക്കാളും എന്നേക്കും അവനായിരിക്കും ഉന്നതൻ. നീ കണ്ട ഈ മനുഷ്യപുത്രൻ രാജാക്കന്മാരെയും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും അവരുടെ വിശ്രമ സ്ഥലങ്ങളിൽ നിന്നും ഉണർത്തും. ശക്തരായവരുടെ കടിഞ്ഞാൺ അഴിച്ച് അവരെ
അവരുടെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കും. പാപികളുടെ പല്ലുകൾ തകർക്കുകയും ചെയ്യും. അവൻ രാജാക്കന്മാരെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്നും അവരുടെ രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കും. കാരണം അവർ അവനെ ഉയർത്തുന്നില്ല, അവനെ സ്തുതിക്കുന്നില്ല. അവരുടെ രാജ്യം അവർക്ക് എവിടെ നിന്നും ലഭിച്ചുവെന്ന് താഴ്മയോടെ അംഗീകരിക്കുവാനും അവർ തയ്യാറല്ല. ശക്തന്മാരെ ലജ്ജിപ്പിച്ചവൻ അവരുടെ മുഖം താഴ്ത്തും. അന്ധകാരത്തിൽ പുഴുക്കളോടൊപ്പമായിരിക്കും അവരുടെ വിശ്രമം. അവർ ലോർഡ് ഓഫ് സ്പിരിറ്റിനെ മാനിക്കാതിരുന്നതിനാൽ അവർക്ക് അവിടെ നിന്നും എഴുന്നേൽക്കുവാനുള്ള പ്രത്യാശയും ഇല്ല. ഭൂവാസികളായ ഇവരാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ വിധികർത്താക്കളായി അത്യുന്നതനായ ദൈവത്തിനെതിരെ കൈകൾ ഉയർത്തി ലോർഡ് ഓഫ് ഗോഡിന്റെ മുന്നിൽ പേരിടപ്പെട്ട മനുഷ്യപുത്രനെ ഉണങ്ങിയ നിലത്ത് ചവിട്ടുന്നത്. അവരുടെ ശക്തി അവരുടെ സമ്പത്തിൽ അധിഷ്ഠിതമാണ്. അവരുടെ എല്ലാ പ്രവൃത്തികളിലും അവർ അനീതി കാണിക്കുന്നു. അവർ ആത്മാക്കളുടെ നാഥനെ നിഷേധിക്കുന്നു. അവരുടെ വിശ്വാസം അവരുടെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ദൈവങ്ങളിലാണ്. ആത്മാവിന്റെ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്ന അവന്റെ സഭയുടെയും വിശ്വസ്തരുടെയും ഇടയിൽ നിന്നും അവർ ആട്ടിയോടിക്കപ്പെടും. അധ്യായം 47. ആ സ്ഥലത്ത് നീതിയുടെ വറ്റാത്ത വസന്തവും ജ്ഞാനത്തിന്റെ അനേക നീരുറവുകളും ഞാൻ കണ്ടു. ദാഹിച്ചവർ എല്ലാം അവിടെ നിന്നും കുടിക്കുകയും അവരെല്ലാം ജ്ഞാനത്താൽ നിറയുകയും ചെയ്തു. അവരുടെ വാസസ്ഥലം നീതിമാന്മാരുടെയും പരിശുദ്ധനായ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെയും കൂടെയായിരുന്നു. ഇവരാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ വിധിക്കുന്നത്. സ്വർഗത്തിലെ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നക്ഷത്ര രാശികൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. 47:2. ആ നാളുകളിൽ മുകളിൽ സ്വർഗത്തിൽ വസിക്കുന്ന പരിശുദ്ധന്മാർ ഒന്നിച്ചു ചേർന്ന് ആത്മാക്കളുടെ നാഥന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യും. കാരണം ആത്മാക്കളുടെ നാഥന്റെ മുന്നിൽ ക്ഷമയോടുകൂടി നിർത്താതെയുള്ള അവരുടെ പ്രാർത്ഥനയ്ക്ക് നീതിമാന്റെ രക്തം ചൊരിഞ്ഞ് ന്യായം നടപ്പിലാക്കി. അങ്ങനെ അവരുടെ സഹിഷ്ണുത അനന്തകാലത്തോളം നീട്ടാതിരുന്നതിനാലായിരുന്നു അത്. 47:3. ആ ദിവസങ്ങളിൽ ഹെഡ് ഓഫ് ഡേയ്സ് തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും അവന്റെ മുന്നിലുണ്ടായിരുന്ന സ്വർഗവാസികളുടെ മുന്നിൽ വെച്ച് ജീവന്റെ പുസ്തകങ്ങൾ തുറക്കുന്നതും ഞാൻ കണ്ടു. അവന്റെ കൗൺസിൽ അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥന കേട്ടതിനാലും നീതിയുടെ സംഖ്യ തികഞ്ഞതിനാലും നീതിമാന്മാരുടെ രക്തം ആവശ്യമില്ലാതിരിക്കുകയും ചെയ്തതിനാൽ വിശുദ്ധന്മാരുടെ ഹൃദയം സന്തോഷിച്ചു. ആരാണ് ഈ സ്വർഗത്തിൽ വസിക്കുന്ന വിശുദ്ധന്മാർ? ബൈബിളിലെ പ്രവചന പുസ്തകങ്ങളായ ദാനിയേലിന്റെയും എസെക്കിയേലിന്റെയും ബുക്കുകളിലും വെളിപ്പാടിലും നമുക്ക് കൂടുതലായി ഇവരെക്കുറിച്ച് അറിയുവാൻ കഴിയും. ദൈവത്തിന്റെ ജോലിക്കായി അയക്കപ്പെടുന്ന സന്ദേശവാഹകർ ആണിവർ. അവർ പൊതുവെ ഉയർന്ന ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നവരും ദൈവിക സാന്നിധ്യത്തോട് അടുത്തിരിക്കുന്നവരുമാണ്. അവർ ആരാധനയിലും സ്തുതിയിലും പ്രാർത്ഥനയിലും ഒന്നിക്കുന്നു. ദൈവിക നീതിയെ ഉയർത്തിപ്പിടിച്ച് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നവരാണിവർ. ഗബ്രിയേൽ മാലാഖ അതിനൊരു ഉദാഹരണമാണ്. 48-ാം അധ്യായത്തിൽ നീതിമാന്മാരുടെ ജീവിതത്തിൽ സ്വർഗീയ ജ്ഞാനത്തിന്റെ സ്വാധീനവും നീതികെട്ടവരും അനുഗ്രഹീതരും തമ്മിലുള്ള വ്യത്യാസവും സദ്ഗുണരായി ജീവിക്കുന്നവർക്കുള്ള സംരക്ഷണവും മാർഗനിർദ്ദേശവും എടുത്തു കാണിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അധ്യായം 48. അന്നാളിൽ ലോർഡ് ഓഫ് സ്പിരിറ്റായ ദൈവത്തിന്റെ മുന്നിലേക്ക് ഭൂമിയിൽ നിന്നും നീതിമാന്മാർ എടുക്കപ്പെട്ടിരിക്കും. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ആത്മാക്കളുടെ നാഥനായ ദൈവം മുൻപാകെ
പേരിടപ്പെട്ടവൻ, അതായത് ദൈവപുത്രൻ, ഭൂലോകന്റെ വെളിച്ചമായിരിക്കും. അവൻ അവർക്ക് നീതിമാനും ഹൃദയങ്ങളിൽ ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയുമായിരിക്കും. അവൻ നീതിമാന്മാർക്കൊരു വടിയാകും. അവർ അവനിൽ ചാരി വീഴാതിരിക്കുവാൻ വേണ്ടി. ഉണങ്ങിയ നിലത്ത്, അതായത് ഭൂമിയിൽ വസിക്കുന്നവരെല്ലാം അവൻ്റെ മുമ്പിൽ വീണ് അവനെ നമസ്കരിക്കും. അവർ ആത്മാക്കളുടെ കർത്താവിൻ്റെ നാമത്തെ സങ്കീർത്തനങ്ങളാൽ സ്തുതിക്കുകയും അനുഗ്രഹിച്ച് ആഘോഷിക്കുകയും ചെയ്യും. ഈ കാരണത്താൽ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എക്കാലത്തേക്കുമായി തിരഞ്ഞെടുക്കപ്പെടുകയും ആത്മാവിൻ്റെ നാഥനായ ദൈവത്തിന് മുന്നിൽ മറഞ്ഞിരിക്കുകയും ചെയ്തു. ആത്മാക്കളുടെ നാഥനായ ദൈവത്തിൻ്റെ ജ്ഞാനം വിശുദ്ധരെ കാത്തുസൂക്ഷിക്കുവാനായി അവർക്ക് അവനെ വെളിപ്പെടുത്തി കൊടുത്തു. കാരണം അവർ ആത്മാക്കളുടെ നാഥനായ ദൈവത്തിൻ്റെ പേരിൽ അകൃത്യത്തിൻ്റെ ഈ ലോകത്തെ നിരാകരിക്കുകയും അതിൻ്റെ വഴികളെയും അതിലെ സകല പ്രവൃത്തികളെയും വെറുക്കുകയും ചെയ്തു. അവനാണ് അവരുടെ ജീവിതം ആവശ്യപ്പെടുന്നത്. കാരണം അവൻ്റെ നാമത്തിലാണ് അവർ രക്ഷിക്കപ്പെട്ടത്. ആ നാളുകളിൽ രാജാക്കന്മാരും ഭൂമിയുടെ അവകാശം കയ്യിലൊതുക്കിയ ശക്തരായവരും അവരുടെ പ്രവർത്തികളാൽ ലജ്ജിച്ച് മുഖം താഴ്ത്തി നിൽക്കും. ദുരിതവും കഷ്ടപ്പാടും നിറഞ്ഞ ആ നാളിൽ അവർക്കവരെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഞാൻ തിരഞ്ഞെടുക്കുന്നവരുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കും. തീയിൽ വൈക്കോൽ പോലെയും വെള്ളത്തിലെ ഈയം പോലെയും നീതിമാരുടെ മുന്നിൽ അവർ ദഹിക്കപ്പെടും. അവരുടെ ഒരടയാളവും ശേഷിക്കാതെ വിശുദ്ധരുടെ മുന്നിൽ നിന്ന് അവർ മാഞ്ഞുപോകും. അവരുടെ കഷ്ടതയുടെ നാളിൽ ഭൂമി സ്വസ്ഥമായിരിക്കും. അവൻ്റെ മുന്നിൽ അവർ വീഴും, പിന്നെ എഴുന്നേൽക്കുകയുമില്ല. അവർ ലോർഡ് ഓഫ് സ്പിരിറ്റ്സിനെയും അവൻ്റെ പുത്രനെയും നിഷേധിച്ചതിനാൽ അവരുടെ കയ്യിൽ എടുത്ത് എഴുന്നേൽപ്പിക്കുവാൻ ആരും കാണുകയില്ല. ആത്മാക്കളുടെ നാഥനായ ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവപുത്രന്റെ ദിവ്യത്വത്തെ ഊന്നി പറയുന്നതും ഭൂമിയെ ക്രമത്തിൽ നിലനിർത്തുന്നതിലും നീതി നടപ്പാക്കുന്നതിലും വേണ്ടിയുള്ള പുത്രന്റെ ദൈവത്താൽ നൽകപ്പെട്ട അധികാരത്തെയും മഹത്തായ പങ്കിനെയും ചിത്രീകരിക്കുന്നതാണ് 49 അധ്യായം. അധ്യായം 49. ജ്ഞാനം വെള്ളം പോലെ ഒഴുകുന്നതിനാൽ അവന്റെ മഹത്വത്തിന് ഒരു നാളും കുറവുണ്ടാവുകയില്ല. നീതിയുടെയും അനീതിയുടെയും രഹസ്യങ്ങൾ അറിയുന്ന എല്ലാത്തിലും ശക്തനായ ദൈവപുത്രനിൽ അനീതിക്ക് ഒരസ്തിത്വവുമില്ല. അതൊരു നിഴൽ എന്ന പോലെ കടന്നുപോകും. ആത്മാക്കളുടെ നാഥനായ ദൈവം മുൻപാകെ അവൻ നിൽക്കുന്നതിനാൽ അവന്റെ മഹത്വം എന്നേക്ക് നിലനിൽക്കും. എല്ലാ തലമുറകളിലേക്ക് നീളുന്നതാണ് അവന്റെ അധികാരം. മനസ്സിലാക്കുവാനുള്ള കഴിവ് നൽകുന്ന ജ്ഞാനത്തിന്റെ ആത്മാവും അറിവിന്റെയും ശക്തിയുടെയും നീതിയുടെ ആത്മാക്കളും അവനിൽ വസിക്കുന്നു. രഹസ്യമായതിനെല്ലാം അവനാൽ വിധിയുണ്ടാകും. അവന് മുന്നിൽ ഒരുവനും വെറും വാക്ക് പറയുവാൻ കഴിയുകയില്ല. ആത്മാക്കളുടെ നാഥനായ ദൈവം മുൻപാകെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അവൻ. ഹാനോക്ക് കണ്ട പരിവർത്തന കാലങ്ങളുടെ ദർശനമാണ് 50 അധ്യായത്തിൽ. നീതിമാന്മാരിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടവരിലേക്കും മടങ്ങി വരുന്ന മഹത്വവും ബഹുമാനവും ഇതിൽ ഉയർത്തിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ദുരന്തങ്ങളെയും ന്യായവിധികളെയും അഭിമുഖീകരിക്കുന്ന പാപികളുടെ ഭയാനകമായ വിധിയെയും കുറിച്ചും ഹാനോക്ക് ദർശനത്തിൽ കാണുന്നു. നമുക്കതൊന്ന് കേൾക്കാം. അധ്യായം 50. ആ ദിവസങ്ങളിൽ വിശുദ്ധർക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും ഒരു മാറ്റം സംഭവിക്കും. മഹത്വവും ബഹുമാനവും വിശുദ്ധന്റെ അടുക്കലേക്ക് മടങ്ങി വരും. പ്രകാശ നാളുകൾ അവരുടെ മേൽ വസിക്കും. കഷ്ടങ്ങളുടെ ആ ദിവസത്തിൽ പാപികൾക്ക് മേൽ ദുരന്തം കുന്നുകൂടും. എന്നാൽ നീതിമാന്മാർ ആത്മാക്കളുടെ നാഥന്റെ നാമത്തിൽ ജയിക്കും. അവൻ അവരെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും.
അങ്ങനെ അവർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുന്നതിനായി. ആത്മാക്കളുടെ നാഥന്റെ മുമ്പാകെ അവർക്ക് യാതൊരു ബഹുമാനവും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ അവർ രക്ഷിക്കപ്പെടുകയും ആത്മാക്കളുടെ നാഥൻ അവരോട് ക്ഷമിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കാരുണ്യം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ മഹത്വത്തിന് മുന്നിൽ ന്യായവിധിക്കെതിരായി അനീതിക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. ന്യായവിധിയുടെ കാര്യത്തിൽ അദ്ദേഹം നീതിമാനാകുന്നു. മാനസാന്തരപ്പെടാത്തവൻ നശിപ്പിക്കപ്പെടും. ഇനിമേൽ അവരോട് ഞാൻ കരുണ കാണിക്കുകയില്ല എന്ന് ആത്മാക്കളുടെ നാഥൻ അരുളി ചെയ്തു. ദൈവിക വിധിയുടെ ആശയം ഉൾക്കൊള്ളുന്ന 51-ാം അധ്യായത്തിൽ നീതിമാന്മാർക്കുള്ള അന്തിമ വിജയത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെയും ദുഷ്ടന്മാർക്കുള്ള അനന്തരഫലത്തെക്കുറിച്ചും ഈനോക്ക് കണ്ട ദർശനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അധ്യായം 51. ആ ദിനങ്ങളിൽ ഭൂമി അതിനെ ഏൽപ്പിച്ചതും പാതാളം അതിനെ ഏൽപ്പിച്ചതും അതിന് കിട്ടിയതും തിരികെ നൽകും. നാശം അത് വിതച്ചതും. അവൻ അവരിൽ നിന്ന് നീതിമാന്മാരെയും വിശുദ്ധരെയും തിരഞ്ഞെടുക്കും. അവർ രക്ഷിക്കപ്പെടേണ്ട ദിവസം അടുത്തിരിക്കുന്നുവല്ലോ. ആ നാളുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ആത്മാക്കളുടെ നാഥൻ അവനെ നിയമിച്ച് മഹത്വപ്പെടുത്തിയിരിക്കയാൽ ജ്ഞാനത്തിന്റെ രഹസ്യമൊക്കെയും അവന്റെ വായിൽ നിന്നും ഒഴുകും. ആ നാളുകളിൽ പർവ്വതങ്ങൾ ആട്ടുകൊറ്റന്മാരെ പോലെ കുതിച്ചുയരും. കുന്നുകൾ പാല് കുടിച്ച് തൃപ്തരായ ആട്ടിൻകുട്ടികളെ പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും. എല്ലാവരും സ്വർഗത്തിൽ ദൂതന്മാരായി തീരും. അവരുടെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കും. കാരണം ഈ ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേൽക്കും. ഭൂമി സന്തോഷിക്കും. നീതിമാന്മാർ അതിൽ വസിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർ അതിൽ നടക്കും. 52-ാം അധ്യായത്തിലും ദൈവിക ന്യായവിധിയുടെയും ദുഷ്ടന്മാരുടെ ഗതിയുടെയും വിഷയങ്ങൾ വിശദീകരിക്കുന്നത് തുടരുകയാണ്. അധ്യായം 52. ആ ദിവസങ്ങൾക്ക് ശേഷം ഒരു ചുഴലിക്കാറ്റ് എന്നെ പടിഞ്ഞാറോട്ട് കൊണ്ടുപോയി. രഹസ്യമായതിൻ്റെ എല്ലാ ദർശനങ്ങളും ആ സ്ഥലത്ത് വെച്ച് ഞാൻ കാണുവാനിടയായി. അവിടെ വെച്ച് സ്വർഗത്തിലെ രഹസ്യങ്ങളും ഭൂമിയിൽ സംഭവിക്കുന്നതൊക്കെയും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അവയിൽ ഇരുമ്പ് പർവ്വതം, ചെമ്പ് പർവ്വതം, വെള്ളിയുടെ ഒരു പർവ്വതം, സ്വർണപർവ്വതം, മൃദുവായ ലോഹത്തിൻ്റെ പർവ്വതം, ഈയത്തിൻ്റെ പർവ്വതം, ഇവയൊക്കെയും ഞാൻ കണ്ണുവയിൽപ്പെടുന്നു. ഞാൻ എന്നോട് കൂടെ ഉണ്ടായിരുന്ന ദൂതനോട് ചോദിച്ചു, ഞാൻ രഹസ്യത്തിൽ കണ്ടതെല്ലാം എന്താണ്? അവൻ എന്നോട് പറഞ്ഞു, നീ കണ്ടത് മിശിഹ ഭൂമിയിൽ ശക്തനും പ്രബലനുമായിരിക്കേണ്ടതിനായി അദ്ദേഹത്തിന് വേണ്ടി വേല ചെയ്യുന്നവരെയാണ്. സമാധാനത്തിന്റെ ദൂതൻ അപ്പോൾ എന്നോട് പറഞ്ഞു, അല്പം കാത്തിരിക്കൂ, എല്ലാം നിങ്ങൾ കാണും. ആത്മാവിന്റെ നാഥൻ സ്ഥാപിച്ച രഹസ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടും. തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ മുമ്പിൽ ഇവയെല്ലാം തീയുടെ മുമ്പിലെ മെഴുകുപോലെയും മുകളിൽ നിന്നും പർവ്വതങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന വെള്ളം പോലെയുമായിരിക്കും. മനുഷ്യർക്ക് പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ തങ്ങളെ തന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു നാൾ വരുന്നു. തങ്ങളെ തന്നെ രക്ഷിക്കുവാനോ ഓടിപ്പോകുവാനോ അവർക്ക് കഴിയുകയില്ല. യുദ്ധത്തിനായോ കവച നിർമ്മാണത്തിനായോ ഇരുമ്പുണ്ടായിരിക്കുകയില്ല. വെങ്കലമോ ടിന്നോ വെറുതെയാണ്, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. ലെഡ് ആവശ്യമില്ലാതാവും. തിരഞ്ഞെടുക്കപ്പെട്ടവൻ ആത്മാക്കളുടെ നാഥന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇവയെല്ലാം തുടച്ചു നീക്കപ്പെടുകയും ഈ ഭൂമുഖത്തു നിന്ന് തന്നെ നശിപ്പിക്കപ്പെടുകയും ചെയ്യും. അധ്യായം 53-ൽ ന്യായവിധി നടപ്പിലാക്കുന്ന താഴ്വരയുടെ ദൃശ്യം ഈനോക്ക് കാണുന്നതാണ് വിവരിച്ചിരിക്കുന്നത്. നീതി, പ്രതികാരം, തിന്മയുടെ മേൽ നന്മയുടെ ആത്യന്തിക വിജയം
എന്നീ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അധ്യായം 53. അവിടെ തുറന്നിരിക്കുന്ന അഗാധമായ ഒരു താഴ്വരയിൽ മഹനീയനായ ന്യായാധിപൻ ഇരിക്കുന്നതും ആത്മാക്കളുടെ നാഥന്റെ പേരിൽ ഉണങ്ങിയ നിലത്തും, അതായത് ഭൂമിയിൽ, കടലിലും ദ്വീപുകളിലും വസിക്കുന്ന എല്ലാവരും സമ്മാനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. അവരുടെ കൈകൾ തിന്മ ചെയ്യുന്നു. നല്ല പ്രവൃത്തികൾ ചെയ്തവർ അധ്വാനിച്ചുണ്ടാക്കുന്നതെല്ലാം അവർ തിന്നു മുടിക്കുന്നു. അതിനാൽ ആ പാപികൾ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി തള്ളപ്പെടും. ആത്മാക്കളുടെ നാഥന്റെ മുൻപിൽ വെച്ചവർ നശിപ്പിക്കപ്പെടും. അവർ അവന്റെ ഭൂമുഖത്തു നിന്നും എന്നേക്കുമായി പുറന്തള്ളപ്പെടുകയും ചെയ്യും. ശിക്ഷകൾ നടപ്പാക്കുന്ന ദൂതന്മാർ ഒരുമിച്ച് കൂടുന്നതും സകല ഉപകരണങ്ങളും ഒരുക്കുന്നതും ഞാൻ കണ്ടു. എന്നോട് കൂടെ വന്ന സമാധാന ദൂതനോട് ഞാൻ ചോദിച്ചു, ഈ ഉപകരണങ്ങൾ ആർക്കു വേണ്ടിയാണ് ഒരുക്കുന്നത്? അവൻ എന്നോട് പറഞ്ഞു, ഈ ഭൂമിയിലെ രാജാക്കന്മാരെയും ശക്തരായവരെയും നശിപ്പിക്കുവാനായി ആണിവ. അതിനുശേഷം നീതിമാനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായവൻ തന്റെ സഭയുടെ ഭവനം പ്രത്യക്ഷപ്പെടുത്തും. അന്നു മുതൽ ആത്മാക്കളുടെ യജമാനന്റെ നാമത്തിൽ അവർക്കൊരു തടസ്സവും ഉണ്ടാകുകയില്ല. അവന്റെ മുൻപിൽ ഈ പർവ്വതങ്ങൾ ഭൂമി പോലെ ഉറച്ചു നിൽക്കുകയില്ല. പർവ്വതങ്ങൾ നീരുറവ് പോലെയായിരിക്കും. നീതികെട്ടവരുടെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും സദ്വൃത്തർക്ക് വിടുതൽ ലഭിക്കും. അവന്റെ കാൽ കീഴിൽ അവർ ദുർബലരായിരിക്കും. ഇതിൽ പറയുന്ന സഭയുടെ ആലയം, ഹൗസ് ഓഫ് കോൺഗ്രിഗേഷൻ, അതെന്താണ്? ആരാണിതിലുള്ളവർ? ദൈവഭക്തി, ധർമ്മം, ദൈവഹിതത്തോടുള്ള വിശ്വസ്തത എന്നിവ കാത്തു സൂക്ഷിച്ച പുത്രന്റെ വിശ്വസ്തരായ അനുയായികളും നീതിമാന്മാരായ വിശ്വാസികളും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണിതേ. ആത്മാക്കളുടെ നാഥന്റെ നാമത്തിൽ ഇതിൽ ഊന്നിപ്പറയുന്നു, ഈ വിശ്വസ്തർക്ക് അവരുടെ ആത്മീയ യാത്രയിലും സാമുദായിക ആരാധനയിലും തടസ്സങ്ങൾ അതിനുശേഷം ഉണ്ടാകില്ലെന്ന്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നീതിമാന്മാർക്കുള്ള ദൈവീക സംരക്ഷണത്തിന്റെയും തടസ്സമില്ലാത്ത കൂട്ടായ്മയുടെയും വരുവാനിരിക്കുന്ന സമയത്തെ ഇത് സൂചിപ്പിക്കുന്നു. അധ്യായം 54. ഞാൻ തിരിഞ്ഞ് ഭൂമിയുടെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ആഴത്തിലുള്ള ഒരു താഴ്വര കണ്ടു. അവർ രാജാക്കന്മാരെയും ശക്തരായ അധികാരികളെയും കൊണ്ടുവന്ന് ആ തീയിലെറിഞ്ഞു. അവർ അവർക്ക് വേണ്ടി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ അവിടെ കണ്ടു. അളക്കാനാവാത്ത ഭാരമുള്ള ഇരുമ്പ് ചങ്ങലകൾ. സമാധാനത്തിന്റെ മാലാഖയോട് അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, ഇവ അസസ്സേലിന്റെ സൈന്യങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അവർ അവരെ എടുത്ത് നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തേക്ക് എറിയുകയും ആത്മാക്കളുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ പരുക്കൻ കല്ലുകൾ കൊണ്ട് അവരുടെ താടിയലുകൾ മൂടുകയും ചെയ്യും. അന്ത്യവിധി നടപ്പാക്കുന്ന ആ മഹാദിനത്തിൽ മീഖായേൽ, ഗബ്രിയേൽ, റാഫേൽ, ഫനുവേൽ ഇവർ അസസ്സേലിനെയും അവന്റെ എല്ലാ കൂട്ടാളികളെയും അവന്റെ എല്ലാ സൈന്യങ്ങളെയും പിടിക്കും. അന്ന് അവരെ എരിയുന്ന തീച്ചൂളിയിൽ എറിയും. സാത്താന്റെ അടിമകളായി തീർന്ന് ഭൂമിയിൽ വസിക്കുന്നവരെ വഴിതെറ്റിച്ച ആ അധർമ്മികളോടങ്ങനെ ആത്മാക്കളുടെ നാഥൻ പ്രതികാരം ചെയ്യും. ആ നാളുകളിൽ ആത്മാക്കളുടെ നാഥന്റെ ശിക്ഷാവിധി നടപ്പിലാകും. ആകാശത്തിന് മുകളിലും ഭൂമിക്ക് കീഴിലുമുള്ള ജലത്തിന്റെ എല്ലാ കലവറകളും തുറക്കപ്പെടും. ഭൂമിയിലെ ആഴങ്ങളിലെ എല്ലാ വെള്ളവും ആകാശത്തിന് മുകളിലുള്ള വെള്ളവുമായി ചേരും. ആകാശത്തിന് മുകളിലുള്ള ജലം പുരുഷനും ഭൂമിക്ക് താഴെയുള്ള ജലം സ്ത്രീയുമാണ്. താഴെ ഉണങ്ങിയ നിലമായ ഭൂമിയിൽ വസിക്കുന്നവരും
ആകാശത്തിൻ്റെ അറ്റങ്ങളിൽ വസിക്കുന്നവരും എല്ലാം നശിക്കപ്പെടും, തുടച്ചു നീക്കപ്പെടും. അതിനാൽ തന്നെ ഭൂമിയിൽ അവർ ചെയ്ത അകൃത്യങ്ങളൊക്കെയും അവർ ഏറ്റുപറയും. അധ്യായം 55. അപ്പോൾ ഹെഡ് ഓഫ് ഡേയ്സ് അനുതപിച്ചുകൊണ്ട് പറഞ്ഞു, അവരുടെ നടുവിൽ വിശന്ന ചെന്നായെപ്പോലെ വെറുതെ ഞാൻ ഭൂമിയിൽ വസിക്കുന്നവരുടെ എല്ലാ കൂട്ടങ്ങളെയും നശിപ്പിച്ചിരിക്കുന്നു. ഇനിമേൽ ആകാശം ഭൂമിക്ക് മേൽ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ ഞാൻ ഭൂവാസികളെ നശിപ്പിക്കുകയില്ല. വിശ്വാസത്തിൻ്റെ പ്രതീകമായി സ്വർഗങ്ങൾക്കിടയിൽ ഞാൻ ഒരു അടയാളം പതിക്കും. എനിക്കും അവർക്കുമിടയിൽ എൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണിത്. അതിനുശേഷം അവരുടെ ജീവിത നാളുകൾ അവസാനിക്കുന്നതിനാൽ അവരുടെ വഴിതെറ്റിപ്പോയ ദിവസങ്ങൾ ഇനിമേൽ എണ്ണപ്പെടുകയില്ല. ഇതൊക്കെയും എൻ്റെ ആജ്ഞയ്ക്ക് അനുസൃതമായിരിക്കും. എൻ്റെ കോപത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ആ നാളുകളിൽ ഞാൻ ദൂതന്മാരുടെ കൈകളാൽ അവരെ എടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ എൻ്റെ കോപവും ക്രോധവും അവരുടെ മേൽ നിലനിൽക്കും. ഉണങ്ങിയ നിലത്ത് വസിക്കുന്ന ശക്തരായ രാജാക്കന്മാർ അവരുടെ നാശത്തിന് ബാധ്യസ്ഥരാകും. 56-ാം അധ്യായത്തിൽ പാപികളുടെ മേൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ നടത്തുന്ന വിചാരണയാണ്. ദുഷ്ടരുടെ നശീകരണവും നീതിമാന്മാരും വിശുദ്ധരും ഇതിന് സാക്ഷ്യം വഹിക്കുന്നതും വിവരിച്ചിരിക്കുന്നു. നമുക്കതൊന്ന് കേൾക്കാം. അധ്യായം 56. ശിക്ഷകൾ നടപ്പാക്കുന്ന മാലാഖമാർ പോകുമ്പോൾ അവർ അവരുടെ കയ്യിൽ ഇരുമ്പിൻ്റെയും വെങ്കലത്തിൻ്റെയും ചങ്ങലകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന സമാധാന ദൂതനോട് ഞാൻ ചോദിച്ചു, ചങ്ങല പിടിച്ചവർ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? ദൂതൻ എന്നോട് പറഞ്ഞു, ഇത് ഓരോന്നും താഴ്വരയിലെ അഗാധ ഗർത്തത്തിലേക്ക് എറിയുവാൻ വേണ്ടിയുള്ളവർക്കായിട്ടാണ്. അപ്പോൾ താഴ്വര നിറയും, അതോടുകൂടി അവരുടെ ജീവിതകാലം അവസാനിക്കും. അതിനാൽ അവരുടെ വഴിതെറ്റുന്ന കാലം ഇനിമേൽ എണ്ണപ്പെടുകയില്ല. അക്കാലങ്ങളിൽ ദൈവദൂതന്മാർ ഒന്നിച്ചുകൂടി കിഴക്കോട്ട് പാർത്ഥ്യരും മേദ്യരുമുള്ള സ്ഥലത്തേക്ക് ചെല്ലും. അവർ രാജാക്കന്മാരെ കലക്കുകയും ഒരു അസ്വസ്ഥതയുടെ ആത്മാവിനെ അവരുടെ നേരെ വരുത്തുകയും ചെയ്യും. അവർ അവരുടെ സിംഹാസനങ്ങളിൽ നിന്നും രാജാക്കന്മാരെ തുരത്തും. ഗുഹകളിൽ നിന്ന് പുറത്തേക്ക് വന്ന സിംഹങ്ങളെപ്പോലെയും ആട്ടിൻകൂട്ടത്തിൻ്റെ നടുവിലെ വിശന്ന നായ്ക്കളെപ്പോലെയും അവർ പുറത്ത് വരും. ഞാൻ തിരഞ്ഞെടുത്തവരുടെ നാട്ടിൽ അവർ കയറി ചവിട്ടി മെതിക്കും. ഞാൻ തിരഞ്ഞെടുത്തവരുടെ ദേശം അവർക്ക് മുമ്പിൽ ചവിട്ടി മെതിക്കുന്ന നിലവും നടപ്പാതയുമാകുമോ. എന്നാൽ എൻ്റെ നീതിമാന്മാരുടെ നഗരം അവരുടെ കുതിരകൾക്കൊരു തടസ്സമായിരിക്കും. അവർ തന്നെ അവരുടെ ഇടയിൽ സംഹാരം അഴിച്ചുവിടും. അവരുടെ തന്നെ ശരികൾ അവർക്കെതിരെ ശക്തമായി പ്രവർത്തിക്കും. ഒരു മനുഷ്യൻ തൻ്റെ അയൽക്കാരനെയോ അവൻ്റെ സഹോദരനെയോ, ഒരു മകൻ അവൻ്റെ അച്ഛനെയോ അവൻ്റെ അമ്മയോ അവരുടെ മരണം വരെ, ശവശരീരങ്ങൾ മതിയാകുന്നവരെ അറിയാം എന്ന് സമ്മതിക്കുകയില്ല. അവരുടെ ശിക്ഷ വെറുതെയാകില്ല. ആ നാളുകളിൽ പാതാളം അതിൻ്റെ വായ് തുറക്കുകയും അതിൽ മുങ്ങിപ്പോകുന്ന പാപികളെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് വിഴുങ്ങുകയും ചെയ്യും. ഇത് ഈനോക്കിന്റെ 2-ാം പാരബിളിന്റെ അവസാന അധ്യായമാണ്. ഇതിൽ സ്വർഗീയവാസികളുടെ അല്ലെങ്കിൽ അന്തിമ വിധിയിൽ പങ്കെടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിവിധ ദിശകളിൽ നിന്നുമുള്ള വരവ് ഈനോക്ക് കാണുന്നതാണ് വിവരിക്കുന്നത്. ബൈബിളിൽ പറയുന്നത് പോലെ മനുഷ്യപുത്രനെ അനുഗമിക്കുന്ന മാലാഖമാരോ വിശുദ്ധന്മാരോ ആയിരിക്കാം ഇവർ. നമുക്കതൊന്ന് കേൾക്കാം. അതിനുശേഷം രഥങ്ങളിൽ സവാരി ചെയ്യുന്ന മറ്റൊരു കൂട്ടം മനുഷ്യരെ ഞാൻ കണ്ടു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്കോട്ട് വീശുന്ന കാറ്റിൽ കയറിയാണ് അവർ വന്നത്. അവരുടെ രഥങ്ങളുടെ ആരവം കേട്ടപ്പോൾ വിശുദ്ധന്മാർ അത് സ്വർഗത്തിൽ നിന്ന് നിരീക്ഷിക്കുകയും ഭൂമിയുടെ തൂണുകൾ അവയുടെ അടിത്തറയിൽ നിന്ന് ഇളകുകയും ചെയ്തു. ഭൂമിയുടെ അറ്റങ്ങൾ മുതൽ ആകാശത്തിൻ്റെ
അറ്റങ്ങൾ വരെ ഒരു ദിവസം മുഴുവനും ആ ശബ്ദം കേട്ടു. അപ്പോൾ എല്ലാവരും വീണ് ആത്മാക്കളുടെ കർത്താവിനെ ആരാധിക്കും. ഇതാണ് രണ്ടാമത്തെ ഉപമയുടെ അവസാനം. പഴയ കാലത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നിട്ടും ബൈബിളിൽ ചേർക്കാത്ത പുസ്തകങ്ങളെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും. അടുത്ത വീഡിയോയിൽ ഫോർഗോട്ടൺ ബുക്ക് ഓഫ് ഈദന്റെ ബാക്കിയാണ്. താങ്ക് യു.